നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് നമ്മുടെ എന്തായിരുന്നു PSC എക്സാം എഴുതി മെയിൻ ലിസ്റ്റിൽ കയറാമെന്ന് പറഞ്ഞ ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരിക ചാലക വികാസമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ നമ്മൾ പഠിച്ചായിരുന്നു ആരായിരുന്നു ശാരീരിക ചാലക വികാസം കണ്ടുപിടിച്ചത്. ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചായിരുന്നു. ആരായിരുന്നു ആ വ്യക്തി? ആരായിരുന്നു? സ്റ്റഡീസ് നടത്തിയ വ്യക്തി ആരാണ്? ശാരീരിക ചാലക വികാസം കണ്ടുപിടിച്ച അല്ലെങ്കിൽ സ്റ്റഡീസ് നടത്തിയ വ്യക്തിയുടെ പേര് എന്നതായിരുന്നു? ശാരീരിക ചാലക വികാസം കണ്ടുപിടിച്ച അല്ലെങ്കിൽ അതിനെപ്പറ്റി സ്റ്റഡീസ് നടത്തിയ വ്യക്തിയുടെ പേരെന്തായിരുന്നു? നമ്മുടെ എലിസബത്ത് ബി ഹർലോക്ക്. ഓക്കെ, കറക്റ്റാണ് ശരണ്യ പറഞ്ഞത്, എലിസബത്ത് ബി ഹർലോക്ക് കേട്ടോ. പേരുകൾ മറന്നുപോയാൽ ഓർത്തിരിക്കണം, ഈ പേരുകളൊക്കെ റിപ്പീറ്റഡായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എലിസബത്ത് ബി ഹർലോക്കാണ് ശാരീരിക ചാലക വികാസത്തെ പറ്റിയുള്ള പഠനം നടത്തിയത്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടു 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ ചെയ്യേണ്ട സൂക്ഷ്മപേശി വികാസവും അതുപോലെ തന്നെ സ്ഥൂലപേശി വികാസവും എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. 3 വയസ്സുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ, 4 വയസ്സുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ, 5 വയസ്സുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടല്ലേ, അതാണ് കണ്ടത്. ഇന്ന് നമ്മൾ കാണുന്ന അതിൻ്റെ തന്നെ തുടർച്ചയാണ് ചാലക വികാസ തത്വങ്ങൾ കേട്ടോ. ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും ഷുവറാണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ശാരീരിക ചാലക വികാസ തത്വങ്ങളിൽ പെടുന്നത് ഏതാണ്, ശാരീരിക ചാലക വികാസ തത്വങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നിങ്ങനെ പറഞ്ഞ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ചോദിക്കും. സോ ഈ ചാലക വികാസ തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓക്കെ. മുമ്പ് പ്രതിപാദിച്ച വികാസ തത്വങ്ങളിൽ ചില ചാലക വികാസ തത്വമായി കൂടുതൽ ബന്ധമുള്ളവയാണ്. അവ ചാലക വികാസ തത്വങ്ങളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അത് താഴെ കൊടുത്തിരിക്കുന്നു. എന്താണ് ഒന്നാമത്തെ ശാരീരിക ചാലക വികാസ തത്വത്തിൽ പെടുന്നതാണ് എന്ത്? സ്ഥൂല ചലനങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലനങ്ങളിലേക്ക്. എന്താണ്? സ്ഥൂല ചലനങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലനങ്ങളിലേക്ക്. നമ്മൾ പറഞ്ഞായിരുന്നു സ്ഥൂലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്ഥൂലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? ഒറ്റ വാക്ക് കിട്ടിയാൽ മതി. സ്ഥൂലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു പറഞ്ഞത്? സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം അല്ലെങ്കിൽ വോൾ പാർട്ട്. അപ്പം നോക്കിയേ, എന്താണ് സ്ഥൂല ചലനങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലേ, നിലത്തൂടി നീന്തുന്ന ഒരു കൊച്ചിൻ്റെ നേർക്ക് നമ്മളൊരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങളോ ഇട്ട് കൊടുത്താൽ കൊച്ചത് എടുക്കുന്ന രീതി മാത്രം ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. എങ്ങനെയാണ് എടുക്കുന്നത്? ആ ഒരു ഒബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് കൊച്ചു ചെല്ലും, 2 കൈയും വെച്ച് നെഞ്ചിനോട് അടുപ്പിക്കും, നെഞ്ചിനോടടുപ്പിച്ച് നെഞ്ചിനെ കൂട്ടിയാണ് കൊച്ചാ സാധനം 2 കൈ ഉപയോഗിച്ച് ഇറുക്കി പിടിച്ചെടുക്കുന്നത്. ശരിയല്ലേ? അപ്പം സ്ഥൂലമായിട്ടുള്ള ചലനം എന്ന് പറഞ്ഞാൽ എല്ലാ ചലനങ്ങളും അല്ലെങ്കിൽ മൊത്തമായിട്ട് ശരീരം മുഴുവനായിട്ട് നമ്മുടെ കൊച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ഥൂല ചലനം എന്ന് പറയുന്നത്. സ്ഥൂല ചലനം എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ അതിലൊരു ഭാഗം വഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങോട്ടാണ് കൊച്ച് മാറുന്നത്? സൂക്ഷ്മ ചലനങ്ങളിലേക്ക് അല്ലേ. കൊച്ചിനൊരു 5 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ നേർക്ക് ഇതേ സെയിം സാധനം ഇട്ട് കൊടുത്താൽ കൊച്ചിനെ എടുക്കും, ഓടിച്ചെല്ലും, 1 കൈ ഉപയോഗിക്കും, ആ ഒരു പന്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇട്ട് കൊടുത്ത സാധനം എടുക്കും, നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. അപ്പം നോക്കി, ദേഹം മുഴുവനായി ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തി കൊച്ചുങ്ങൾ എങ്ങോട്ട് വരും? ചെറിയൊരു കാര്യത്തിലേക്ക് മാത്രമായി ഒതുങ്ങും. അതിനാണ് പറയുന്നത് സ്ഥൂല ചലനങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലനങ്ങളിലേക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് രണ്ടാമത്തെയാണ് സ്ഥൂല പേശികളിൽ നിന്നും സൂക്ഷ്മ പേശികളിലേക്ക്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ, കുഞ്ഞുനാളുകളിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ മുഴുവനായിട്ടുള്ള പേശികളും അതിൽ ഉപയോഗപ്പെടുന്നതാവും. അല്ലെങ്കിൽ നമ്മുടെ പേശികൾ, നെർവസ് സിസ്റ്റം എല്ലാം തന്നെ അതിലേക്ക് ഇൻവോൾവ് ആവും. അതായത് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ എടുത്തോണ്ടേ നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകത്തില്ലേ, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് എന്തിക്കും, ഞങ്ങളൊരു പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പോയി, പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു ബലൂൺ കണ്ടു. നമ്മൾ പറഞ്ഞു, പിള്ളേർ പറഞ്ഞു അതെനിക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് ചോദിക്കുക. എന്നതായിരിക്കും അവസ്ഥ? സിമ്പിളായിട്ട് ചെന്ന് ചോദിക്കുക, എന്നതായിരിക്കും അപ്പോൾ അവിടെ നടക്കുന്നത്? കൊച്ചുങ്ങൾക്ക് കൊച്ചിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊച്ചു പറഞ്ഞ് എനിക്കത് വേണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇപ്പോൾ പറ്റത്തില്ല, നിനക്ക് ഇത്രയും ഒരു സാധനം വീട്ടിൽ കിടപ്പില്ലേ എന്നൊക്കെ നമ്മളവിടെ തർക്കിച്ചു. എന്നതായിരിക്കും കൊച്ചിൻ്റെ പ്രതികരണം? സൈലൻ്റായിട്ട് അവിടെ നിൽക്കുമോ കൊച്ച്? ശരി അമ്മ അല്ലെങ്കിൽ ശരി അച്ഛാന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയും കൂപ്പി നമ്മൾ നിൽക്കുമോ? ഇല്ല, വാശി പിടിക്കും. ശരിയല്ലേ? പറഞ്ഞാൽ ശരിയാ.
ഈ വാശി പിടിച്ചാൽ എന്നാ ഉണ്ടാകുന്നത്? എല്ലാ പേശികളും അനങ്ങും അല്ലേ? കൈയിട്ടടിക്കും, കാലിട്ടടിക്കും, കയ്യിലുള്ള സാധനങ്ങളെടുത്ത് വലിച്ചെറിയും. ഇതുപോലെ പല സാഹചര്യം നോക്കാതെ കിടന്ന് കാറും. ശരിയല്ലേ? വളരെ നാണക്കെട്ട ഒരു ഇടപാടാണ് നമ്മളെ സംബന്ധിച്ചല്ലേ. നിങ്ങൾ യാതൊരാളെന്നോ പേരെന്നോ എത്ര പേരുണ്ടെന്നോ വലിയ പരിപാടിയാണെന്നോ ഒന്നും ഗൗനിക്കത്തില്ല. അല്ലെങ്കിൽ വലിയ പ്രസംഗം നടിക്കുവാണെന്നോ വലിയ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ടെന്നോ ഒന്നും പിള്ളേർക്കൊരു ബോധ്യം ഉണ്ടാകത്തില്ല. അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ വലിയ കാര്യം. ആ ഒരു സാധനം കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു കളിപ്പാട്ടം കിട്ടുക എന്നാണ് അവരുടെ കാര്യം. അപ്പോൾ എന്തു ചെയ്യും? എല്ലാ പേശികളും അതിനകത്ത് ഉൾച്ചേർന്നുകൊണ്ട് കാറി വലിച്ച് കരഞ്ഞവിടെ അലങ്കോലമാക്കും. അപ്പം സ്ഥൂലമായിട്ടുള്ള പേശികൾ അവിടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നു. അവിടുന്ന് എങ്ങോട്ട് വരും? സൂക്ഷ്മ പേശികളിലേക്ക് വരും. ആ കൊച്ചിനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ട് നമ്മൾ പോവാം. കൊച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് ആ വള വേണം, അല്ലെങ്കിൽ എനിക്ക് ആ പൊട്ട് വേണം. നമ്മൾ പറഞ്ഞു, മോളെ നമ്മുടെ വീട്ടിൽ ആ ഒരു സാധനം മോക്ക് ഇരിപ്പില്ലേ, അത്യാവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ വന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? ആദ്യം പറഞ്ഞ കൊച്ചിനെ പോലെ ആയിരിക്കുമോ? അല്ല. ശരി അമ്മേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചെറിയ ബോധ്യമൊക്കെ കൊച്ചിനായി. ചെറിയ വിഷമത്തോടു കൂടിയുള്ള ചിരിയിൽ ആ കൊച്ചിനെ എടുക്കും, അതിനെ അങ്ങ് അവസാനിപ്പിക്കും. ശരിയല്ലേ? ആ വാക്ക് ശ്രദ്ധിക്കാം. ചെറിയ വിഷമത്തോടു കൂടിയുള്ളൊരു ചിരി കൊച്ചിൻ്റെ മുഖത്ത് വരും. ആ ഒരു പേശികളിൽ മാത്രം കൊച്ചത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിക്കും. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? സ്ഥൂലമായിട്ടുള്ള പേശികൾ ഉപയോഗിച്ചിരുന്ന കൊച്ച് എങ്ങോട്ട് മാറാൻ തുടങ്ങി? സൂക്ഷ്മമായിട്ടുള്ള പേശികളിലേക്ക് മാറാൻ തുടങ്ങി. ആദ്യം പഠിച്ചത് എന്നായിരുന്നു? സെയിം കണ്ടന്റ് തന്നെ, സ്ഥൂല ചലനങ്ങൾ. അവിടെ നിന്ന് സൂക്ഷ്മ ചലനങ്ങളിലേക്ക്, വോളായിട്ടുള്ള ചലനങ്ങളിൽ നിന്ന് എങ്ങോട്ട് വരും? ബൈപ്പാർട്ടായിട്ട്, അല്ലെങ്കിൽ ചെറിയ സ്മോൾ ആയിട്ടുള്ള ചലനങ്ങളിലേക്ക് മാറും. രണ്ടാമത്തേത് സ്ഥൂല പേശികളിൽ നിന്നും, അല്ലെങ്കിൽ എല്ലാ നെർവസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങോട്ട് വരും? സൂക്ഷ്മ പേശികളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അടുത്തത് ശിരോഭാഗത്ത് നിന്നും പാദങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഗർഭസ്ഥ ശിശുവിൻ്റെയും നവജാത ശിശുവിൻ്റെയും വികാസം ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്ക് എന്ന ക്രമത്തിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, കൊച്ചു പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് എങ്ങനെയാണ്? കൊച്ചു പിള്ളേരെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. കൊച്ചു പിള്ളേർ ഇപ്പോൾ ഒരു 2 മാസം പ്രായമുള്ള ഒരു കൊച്ച് നിങ്ങൾ കണ്ടു. കൊച്ചിനെ ഒന്ന് എടുത്ത് ഇവിടുന്ന് ഒന്ന് എടുത്ത് മാറ്റിക്കിടത്താൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെയായിരിക്കും മാറ്റിക്കിടത്തുന്നത്? ഒന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാം പിള്ളേരെ കണ്ടിട്ടുള്ളവരും കൈകാര്യം ചെയ്തിട്ടുള്ളവരും അല്ലേ. നിങ്ങൾ ആ 2 മാസം പ്രായമുള്ള ആ കൊച്ചിനെ എങ്ങനെയാണ് മാറ്റിക്കിടത്തുന്നത്? ആലോചിച്ച് നോക്കി. എങ്ങനെയാണ് മാറ്റിക്കിടത്തുന്നത്? നമ്മളാദ്യം തലയും കഴുത്തും തമ്മിലൊന്ന് സപ്പോർട്ട് ചെയ്യും. ശരിയല്ലേ? കാരണം കഴുത്തുറയ്ക്കുന്ന പ്രായമാണ്, അല്ലെങ്കിൽ തലയുറയ്ക്കുന്ന പ്രായമാണ്. അവിടുന്ന് നമ്മൾ ഉടലിലേക്ക് പിടിച്ച് മാറ്റിക്കിടത്തും. ശരിയല്ലേ? അല്ലാതെ 2 കഷത്തിൻ്റെ ഇടയും പിടിച്ച് ആരെങ്കിലും കൊച്ചിനെ പൊക്കുന്നു കണ്ടിട്ടുണ്ടോ? കൊച്ചു പിള്ളേരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 കഷത്തിൻ്റെ ഇടയ്ക്കും പിടിച്ച് 2 മാസം പ്രായമുള്ള കൊച്ചിനെ നമ്മൾ 3 വയസ്സുകാരനെ പൊക്കി എടുക്കുന്ന പോലെ എടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പൊക്കി എടുത്ത് മുകളോട്ട് കയറിയെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവരുടെ വളർച്ച, അല്ലെങ്കിൽ ഇവരുടെ വികാസം പ്രാപിക്കുന്നത് ശിരസ് എന്ന് പറഞ്ഞാൽ തലയിൽ നിന്നും പാദങ്ങളിലേക്കാണ്. ഒരു കൊച്ചുണ്ടാകുമ്പോൾ ആദ്യം പുറത്തു വരുന്ന അവയവം ഏതാ? ആദ്യം പുറത്തു വരുന്നത് എന്താ? കൈയാണോ, കാലാണോ, തലയാണോ? ഒരു കുഞ്ഞുങ്ങളുണ്ടാകുമ്പം ആദ്യം പുറത്തു വരുന്നത് എന്നതാ? എന്നതാ പറഞ്ഞു? ഹെഡ്, തലയാണ് പുറത്തു വരുന്നത് കേട്ടോ. തലയ്ക്കാണോ വലിപ്പം? ഒരു കൊണ്ടാവുന്ന കൊച്ചിൻ്റെ തലയ്ക്കാണോ വലിപ്പം, ഉടലിനാണോ വലിപ്പം? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവുന്ന ഒരു കൊച്ചിൻ്റെ തലയ്ക്കായിരിക്കുമോ ഉടലിനായിരിക്കുമോ വലിപ്പം? ഏതിനായിരിക്കും വലിപ്പം? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടാവുന്ന ഒരു കൊച്ചിൻ്റെ തലയ്ക്കാണോ ഉടലിനാണോ വലിപ്പം സാധാരണയായിട്ടും കാണുന്നത്? തലയ്ക്കായിരിക്കുമോ ഉടലിനായിരിക്കുമോ കൂടുതലായിട്ടും വലിപ്പം കാണുന്നത്? കൊച്ചിൻ്റെ തലയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, പിള്ളേരുടെ വളർച്ച എപ്പോഴും പ്രാപിക്കുന്നത് എവിടെ നിന്നാണ്? തലയിൽ നിന്നും എങ്ങോട്ടേക്കാണ്? പാദങ്ങളിലേക്കാണ്. ഇത് കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ? ഉണ്ടാവുന്ന 2 മാസം പ്രായമുള്ള കൊച്ചിൻ്റെ കണ്ടോ, ഈ ഒരു പിക്ചർ കാണാമോ? നിങ്ങൾക്ക് കാണാമോ? പിക്ചർ കാണാമോ? ഓക്കെ. 2 മാസം പ്രായമുള്ള ഒരു കൊച്ചിൻ്റെ ഇമേജ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൊച്ചിൻ്റെ തലയുടെ വലുപ്പം കണ്ടോ? ശരീരത്തിൻ്റെ 1/3 അല്ലേ? ശരീരത്തിനെ 3ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 1/3 ഭാഗവും ആര് കൊണ്ടുപോവാണ്? തലയാണ് കൊണ്ടുപോകുന്നത്. ആ കൊച്ച് 4 മാസമാകുമ്പം തല ചുരുങ്ങും, ബോഡി ഏകദേശം ഷേപ്പിലേക്ക് മാറും. ബർത്ത് കഴിഞ്ഞ 1 വർഷമൊക്കെ ആകുമ്പം എന്താണ്? ഏകദേശം മനുഷ്യൻ്റെ രൂപത്തിലേക്കൊക്കെ വരും. 2 വയസ്സാകുമ്പം ശരിയായിട്ടുള്ള മനുഷ്യൻ്റെ കോലം വരും. 12 വയസ്സാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ രൂപത്തിലേക്ക് കൊച്ചു മാറും. 25 വയസ്സാകുമ്പോൾ യൗവനത്തിലേക്ക് ആ കൊച്ച് കടക്കും.
നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറും. അപ്പോൾ ഓർത്തിരിക്കണം, കുട്ടികളുടെ വികാസം എപ്പോഴും നടക്കുന്നത് എവിടെ നിന്നാണ്? തലയിൽ നിന്നും പാദങ്ങളിലേക്ക്. അതിന് പറയുന്ന പേരെന്താണ്? ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശിരസിൽ നിന്നും പാദങ്ങളിലേക്കാണ് കുട്ടികളുടെ വളർച്ച പ്രാപിക്കുന്നത്. ഇതിനൊരു സീക്വൻസിനൊരു പേര് പറയും, സെഫോകോഡൽ സീക്വൻസ് കേട്ടോ. ഈ പേര് ഓർത്തിരിക്കണം, നമ്മൾ ഒന്നുകൂടി പഠിക്കാം. ഈ പേര് ഇപ്പോൾ പഠിക്കണം. എന്താണ്? സെഫോകോഡൽ സീക്വൻസ്, അല്ലെങ്കിൽ ഹെഡ് ടു ടോ എന്ന് ഇംഗ്ലീഷിൽ പറയും. തല മുതൽ പാദം വരെ. ഹെഡ് എന്ന് പറഞ്ഞാൽ തല, ടോ എന്ന് പറഞ്ഞാൽ പാദം. അപ്പോൾ ഓർത്തിരിക്കണം, ഇതിന് പറയുന്ന പേരാണ് സെഫോകോഡൽ സീക്വൻസ് കേട്ടോ. സെഫോകോഡൽ സീക്വൻസ് എന്ന് വെച്ചാൽ തലയിൽ നിന്നുമാണ് എങ്ങോട്ട് വളർച്ച പ്രാപിക്കുന്നത്? പാദങ്ങളിലേക്ക്. കണ്ടോ, ആ വരച്ചിരിക്കുന്ന വര കണ്ടോ? പാദങ്ങളിലേക്ക് എന്താണ് നമ്മുടെ കുട്ടികളുടെ വികാസം പ്രാപിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ പറഞ്ഞ എന്താണ്? ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ശിരസ് വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് പാദങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ ആ ഒരു വളർച്ചയിലേക്ക്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വളർച്ചയിലേക്ക് കുഞ്ഞുങ്ങൾ വളർന്നു പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓർത്തിരിക്കണം, എന്താണ്? ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്ക്. കണ്ടോ, തല, കഴുത്ത്, ഉടൽ, പാദം എന്നീ ക്രമത്തിലുള്ള വികാസത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. പടം കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യം തല, അതിനുശേഷം കഴുത്ത്, അതിനുശേഷം ഉടൽ, അതിനുശേഷം പാദം എന്നിങ്ങനെയാണ് നമ്മുടെ വികാസം പ്രാപിക്കുന്നത്. അതേപോലെ തന്നെ കൊച്ചു പിള്ളേരുണ്ടാകുന്നവരുടെ തലച്ചോറ് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ തലച്ചോറ് പോലെ കട്ടിയുള്ളതാണോ? നിങ്ങൾ നിങ്ങളുടെ തലയിലൊന്ന് തൊട്ട് നോക്കി, നിങ്ങളുടെ കൈ താഴോട്ട് കിഴിഞ്ഞിറങ്ങിപ്പോവോ? ഇറങ്ങിപ്പോകുന്നുണ്ടോ? നിങ്ങളുടെ തലയിലൊന്ന് തൊട്ട് നോക്കി. ഇപ്പോൾ എല്ലാവർക്കും തലയില്ലേ, തലയിൽ ജസ്റ്റ് ഒന്ന് കൈയും തൊട്ട് നോക്കി. നിങ്ങളുടെ തലച്ചോറ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് എന്നാ ഉണ്ട്? കട്ടിയുണ്ട്, ശരിയല്ലേ? കുഞ്ഞു പിള്ളേരുടെ തലയ്ക്ക് ഈ ഒരു കട്ടി കാണുമോ? നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്നും പറഞ്ഞാൽ ആരും കുഞ്ഞുങ്ങളുടെ തല പോയി ഞെക്കി പൊട്ടിക്കല്ലേ ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ട്. ജസ്റ്റ് നിങ്ങൾ എടുക്കുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ചില മുട്ടയൊക്കെ ഉറയ്ക്കാതെ കിട്ടത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഈ ചില ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പം ഈ എന്നാ പറയുന്നത്, ഈ സ്പോഞ്ചി പോലെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ജെല്ലി ലൈക്ക് ടൈപ്പായിരിക്കും അവരുടെ തല ആദ്യത്തെ ഒരു 3-4 മാസം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കഴുത്തുറയ്ക്കുക എന്നൊരു പ്രോസസ്സ് കേട്ടിട്ടുണ്ടോ? കഴുത്തുറയ്ക്കുക എന്നൊരു പ്രോസസ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെയൊക്കെ നാട്ടിൽ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പറയും, കഴുത്തുറയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അതുകൊണ്ട് തന്നെ പിള്ളേരെ കിടത്തി കുളിപ്പിക്കുന്ന രീതിയൊക്കെ വളരെ ശ്രദ്ധിച്ചാലേ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില പിള്ളേരുടെയൊക്കെ തല ഈ ജനന സമയത്ത് തന്നെ ഈ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ജനിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാരണം ഈ ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള തള്ളി വരുന്നത് മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് തല ഇങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ പിള്ളേരുണ്ടെങ്കിൽ ചിലർ വല്യമ്മമാരൊക്കെ കുളിപ്പിക്കുമ്പോൾ തേച്ച് കുളിപ്പിച്ച് അത് ഉരുട്ടിയെടുക്കുന്ന രീതിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ ഇതിനകത്ത് വരുന്ന പ്രശ്നമാണ്. ഓക്കെ, ശരണി അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. നമ്മളിനിയും കുഞ്ഞുങ്ങളായാലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ജനനസമയത്ത് നമുക്കറിയാമല്ലോ, നമ്മുടെ ജനനസമയത്ത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരുടെ തല ആദ്യം പുറത്തേക്ക് വരുമ്പോൾ നല്ല ഫോഴ്സ്ഫുള്ളി ഇറങ്ങി വരുന്നു. ഈ ഫോഴ്സ് മൂലം പിള്ളേരുടെ തലയ്ക്ക് പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഉറയ്ക്കാത്ത മുട്ട പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആയിരിക്കും തലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഫുള്ളി വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുട്ടുമ്പോൾ എന്നാ സംഭവിക്കും? ചിലയിടത്ത് കൂർത്തും ചിലയിടത്ത് ചളങ്ങിയൊക്കെ ഇരിക്കാനുള്ള സാധ്യതകളുണ്ട്. പുറവശത്തൊക്കെ മിക്കപ്പോഴും കറ്റും, അല്ലെങ്കിൽ തലയുടെ നെറ്റി ഭാഗമൊക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 മാസം കുളിപ്പിക്കാൻ നേരം എണ്ണ പുരട്ടി വട്ടത്തിൽ എന്ത് ചെയ്യും? പിള്ളേരെ തേച്ച് കുളിപ്പിക്കും. എന്തിനാ വെച്ചാൽ ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കുവാനായിട്ട്. അങ്ങനെ ഇല്ലാത്ത കുട്ടികളും ഉണ്ട്, എന്നാലും പറയരുത്. അങ്ങനെ നമ്മൾ തേച്ച് കുളിപ്പിക്കുമ്പോൾ ആ സ്ട്രക്ചർ പണ്ടത്തെ വല്യമ്മമാരത് തിരിച്ചെടുക്കാൻ ശ്രമിക്കും. ഇവിടെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കഴുത്തുറയ്ക്കുക എന്നൊരു പ്രോസസ്സുണ്ട് കുട്ടികൾക്ക്. ആ ഒരു പ്രോസസ്സെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഈ തലച്ചോറ് ഉറയ്ക്കണമെങ്കിൽ തലയ്ക്ക് പുറകെയുള്ള ബാഹ്യമായിട്ടുള്ളൊരു എല്ലുണ്ടല്ലോ, ആ എല്ല് ഉറപ്പിക്കണം. എല്ല് ഉറയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷ കാലയളവ് എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികളുടെ തല ഇടിക്കാതെ മുട്ടാതെയൊക്കെ നോക്കണം എന്ന് പറയുന്നത്. ആ ഒരു പ്രായത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ കുഞ്ഞു കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ കിടത്തിയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനായിട്ട്. കാരണം അവരുടെ വികാസഘട്ടത്തെ, ജീവിതകാലം മുഴുവൻ വരുന്ന ഒരു പ്രശ്നത്തെ ബാധിക്കാൻ പോകുന്ന പ്രശ്നമാണ് ആദ്യത്തെ ഒരു 1-2 വർഷ കാലയളവ് അവർ നേരിടാൻ പോകുന്നത്. അപ്പം അവരുടെ ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്കാണ് ആ ഒരു വളർച്ച പ്രാപിക്കുന്നത്. ഓർത്തിരിക്കണം. അടുത്തത് അധികോർജ വിനിമയത്തിൽ നിന്നും ലഘു പ്രയത്നത്തിലേക്ക്. എന്താ പറയുന്നത്? കണ്ടോ, ഒരു ശിശു ഏർപ്പെടുന്ന പല പ്രവർത്തനങ്ങളിലും വർദ്ധിതമായ രീതിയിൽ ഊർജം പ്രയോജനപ്പെടുത്തുന്നു. സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ശിശു ചലിപ്പിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണെന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ ഇത് ബോധ്യപ്പെടും.
കുട്ടി വളർന്നു വരുന്നതോടുകൂടി പല ശാരീരിക പ്രവർത്തനങ്ങളിലും ലഘുവായ രീതിയിലുള്ള ഊർജ വിനിയോഗവും പ്രയത്നവും മാത്രമേ ചെലവഴിക്കൂ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് നമ്മൾ കൊണ്ടൊരു മുട്ടായി കൊടുത്താൽ കൊച്ചിൻ്റെ സന്തോഷം എത്രമാത്രമായിരിക്കും. നമ്മുടെ അടുക്കൽ ഓടി വന്ന് കയ്യും തലയും ഒക്കെ ആട്ടി താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മുടെ കാലിലൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നിട്ട് ഓടിപ്പോയിരിക്കും അല്ലേ. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണെങ്കിലോ അവിടെ എൻ്റെയും നമ്മൾ അങ്ങോട്ട് പോയി കൊടുത്താൽ ഒന്ന് ചിരിച്ച് കാണിക്കും. കണ്ടോ എന്താണ്? അപ്പോൾ അധികമായിട്ടുള്ള ഊർജം കുട്ടികൾ ചിലവാക്കിൽ നിന്ന് എങ്ങോട്ട് വന്നു? ലഘു പ്രയത്നത്തിലേക്ക്, ഒരു ചിരിയിൽ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ വളരും. അപ്പം ഇത് ഇവരുടെ ചാലക വികാസത്തിനകത്തുള്ളതാണ്. കണ്ടോ, ഏകദേശം എല്ലാ ബോഡി പാർട്ടും അനയിക്കൊണ്ടിരുന്നവർ വെച്ച് അങ്ങോട്ട് വന്നു ലഘുവായിട്ട് ഒരു ചിരിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയിൽ മാത്രം അവസാനിപ്പിക്കുക. എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ ഒരു പുഞ്ചിരിയിൽ മാത്രം, സങ്കടമുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. മറ്റേതാണെങ്കിൽ അലറി പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തിട്ട് അടിച്ച് കരയുന്ന പരിപാടിയൊന്നും ഇവിടില്ല. എങ്ങനെയാണ്? അധികമായിട്ടുള്ള ഊർജം വിനിമയം ചെയ്യാതെ ലഘു പ്രയത്നത്തിലേക്ക് മാത്രം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. അതിന് പറയുന്ന പേരാണ് അധികോർജ വിനിമയത്തിൽ നിന്നും ലഘു പ്രയത്നത്തിലേക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക്. ഇത് നോക്കേണ്ട ഒരു പോയിന്റ്. ഇത് മിക്കപ്പോഴും തിരിച്ചു വയ്ക്കുന്ന 2-3 പോയിന്റാണ്. ഈ പറഞ്ഞ സൂക്ഷ്മപേശികളിൽ നിന്നും സ്ഥൂലപേശികളിലേക്ക് തിരിച്ചു വയ്ക്കുന്നത്. നമ്മൾ ഓർക്കും സെയിം ആണെന്ന് ഓർക്കും, പക്ഷേ ഓർത്തിരിക്കണം സ്ഥൂലത്തിൽ നിന്നാണ് എപ്പോഴും സൂക്ഷ്മത്തിലേക്ക് വരുന്നത്. അതായത് മൊത്തത്തിൽ നിന്നേ എപ്പോഴും എങ്ങോട്ട് പോകത്തുള്ളൂ? ബൈപ്പാർട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്ന് പറഞ്ഞ പോലെ തന്നെ അവരെപ്പോഴും തിരിച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ് ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക്. നമ്മൾ 1.5 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിൽ നമ്മളൊരു പിച്ചാത്തി കൊടുത്താൽ കൊച്ചെങ്ങനെയായിരിക്കും അത് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഒരു പെൻസിൽ കൊടുത്താൽ കൊച്ചെങ്ങനെയായിരിക്കും? പിച്ചാത്തിയുടെ കാര്യം വിട്. ഒരു പെൻസിൽ കൊടുത്താൽ കൊച്ചെങ്ങനെയായിരിക്കും അത് പിടിക്കുന്നത്? നമ്മുടെ 1 വയസ്സുള്ള അല്ലെങ്കിൽ 1.5 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിൽ നമ്മളൊരു പെൻസിൽ കൊടുത്താൽ ആ കൊച്ചെങ്ങനെയായിരിക്കും ആ ഒരു പെൻസിൽ പിടിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? ശ്രദ്ധിക്കണം. 2 കൈ ഉപയോഗിച്ചായിരിക്കും കൊച്ചു പിടിക്കുന്നത് അല്ലേ. അതായത് അവർ 5 വിരലും അതിലേക്ക് പൊത്തിപ്പിടിച്ച് നമ്മൾ മുറുക്കെ പിടിച്ചായിരിക്കും പിള്ളേരത് എഴുതുന്നത്. ശരിയല്ലേ? നേരെ മറിച്ച് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിലേക്കാണെങ്കിലോ അവൻ എന്നെ എടുക്കും? 3 വിരൽ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന പോലെ ആ ഒരു പെൻസിൽ പിടിക്കാൻ നോക്കും. ഇനിയും മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 1.5 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ നമ്മളൊരു വാക്കത്തി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിച്ചാത്തി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ എങ്ങനെയായിരിക്കും അത് ഉപയോഗിക്കാൻ പോകുന്നത്? 2 കൈ ഉപയോഗിച്ചായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? മുറിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സാധനം കട്ട് ചെയ്യാനായിട്ട് അവർ നോക്കുന്നത്. ഇനി അത് നേരെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിലേക്ക് വന്നാലോ അവൻ 1 കൈ ഉപയോഗിച്ചത് ചെയ്യും. ഒന്നെങ്കിൽ അത് വലത്തെ കൈ അല്ലെങ്കിൽ അത് ഇടത്തെ കൈ. അപ്പോൾ ഓർത്തിരിക്കണം, ഈ ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക് എന്ന് പറയുന്ന കാര്യം 2 പാർശ്വങ്ങളും അല്ലെങ്കിൽ 2 കൈകളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ച് എങ്ങോട്ട് വരും? 1 കൈ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അതാ കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ആദ്യം 2 കൈ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ച് എങ്ങോട്ട് മാറും? ഏകപാർശ്വത്തിലേക്ക് 1 കൈ മാത്രം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. കൊച്ചു പിള്ളേർ ചോറൊന്നും കണ്ടിട്ടുണ്ടോ? 2 കൈ ഉപയോഗിച്ച് മൊത്തം വാരി അതിനുന്നല്ലേ. അത് നമുക്ക് എങ്ങനെ ആവും? ഒന്നുകിൽ അത് വലത്തേക്കേ അല്ലെങ്കിൽ അത് ഇടത്തേക്കേ ആയിട്ട് എന്താണ് കുഞ്ഞുങ്ങൾ വലിയവരെ പോലെ തന്നെ ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി മാറും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക്. ഇത് കുഞ്ഞു പ്രായത്തിൽ പിള്ളേർ 2 കൈയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വലുതാകുമ്പോൾ 1 കൈയിലേക്ക് മാത്രം മാറും. ആ മാറുന്ന ചേഞ്ചിങ് പൊസിഷനിൽ മിക്കവർക്കും വലത്തെ കൈ അല്ലെങ്കിൽ വലത്തെ കാലിനായിരിക്കും പവർ കൂടുതൽ. നിങ്ങൾക്കെല്ലാം വലത്തെ കൈയാണ്. നിങ്ങൾ ഇവിടെ ആരും ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവരുണ്ടോ? എഴുതാൻ നേരമൊക്കെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇനി വലത്തെ കൈ ഉപയോഗിച്ച് എഴുതുന്നവരില്ല, അത് എല്ലാവരും തന്നെ അല്ലേ. നമ്മളൊരു ഭൂരിഭാഗം നോക്കുവാണെങ്കിൽ എല്ലാവരും തന്നെ, ഞാനും വലത്തെ കൈ ഉപയോഗിക്കുന്നത്. ആ ഒരു ചേഞ്ച് വരുന്നത് ഈ പറഞ്ഞ ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് മാറുന്ന ഏകദേശം ഒരു 3-3.5-4 വയസ്സിനിടയ്ക്കാണ് ഈ പറഞ്ഞ ചേഞ്ച് നടക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ കൈയുടെ ചലനങ്ങൾ അല്ലെങ്കിൽ കൈയുടെ ഫോഴ്സ് പോകുന്നത് അല്ലെങ്കിൽ കൈക്ക് കൂടുതൽ ബലം വരുന്നത് വലതിനാണോ ഇടതിനാണോ എന്നൊരു ചേഞ്ച് സംഭവിക്കുന്നത് ഈ ഒരു വികാസഘട്ടം നടക്കുമ്പോൾ കേട്ടോ. കണ്ടോ, പലർക്കും കാലിൻ്റെയും കൈയുടെയും സ്വാധീനം കൂടി ഏതെങ്കിലും ഒന്നിൽ മാത്രമാണോ? ഇടം കൈമാഴയും വലതുകാൽ നന്നായി പന്തടിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇരുഭാഗവും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന കുട്ടിയുടെ ചാലക വൈവിധ്യം ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായി കേന്ദ്രീകരിക്കുന്ന ഈ സവിശേഷതയാണ് ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക് എന്ന തത്വം മുൻപോട്ട് വെക്കുന്നത്. അതായത് വേഗം, ദാർഢ്യം, സ്ഥിതി, സൂക്ഷ്മത എന്നീ കാര്യങ്ങളിൽ പ്രകടമാകുന്ന ദ്വിപാർശ്വത്വം അല്ലെങ്കിൽ ബൈലാറ്ററാലിറ്റി ക്രമേണ ഏകപാർശ്വ പ്രവർത്തനമായി മാറുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, കുഞ്ഞു പ്രായത്തിൽ 2 കാലുകളും 2 കൈകളും
വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങോട്ടേക്ക് മാറും? ഒരു കൈയിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കൈ വെറുതെ ഇരിക്കുക എന്നല്ല, കൂടുതലും ഈ പറഞ്ഞ ഏകഭാഷത്തിലേക്ക് മാറും കേട്ടോ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ പറഞ്ഞ ചാലക വികാസ ഘട്ടത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു മാതാപിതാക്കളാണെങ്കിലും നമ്മളൊരു അധ്യാപകനാണെങ്കിലും അല്ലെങ്കിൽ ഒരു അധ്യാപികയാണെങ്കിലും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ. കാരണം കുട്ടികളിൽ ഇതുപോലുള്ള ചേഞ്ചുകൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ഫസ്റ്റ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ട്രീറ്റ്മെൻറ്റിന് വിധേയരാക്കിയാൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലാതെ കാലക്രമേണ മാറിക്കോളും എന്ന് വെച്ചുകൊണ്ടിരുന്നാൽ അത് മാറാൻ നല്ല താമസം എടുക്കും. മേ ബി അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ പ്രശ്നം അവൻ അല്ലെങ്കിൽ ആ കൊച്ചത് നേരിടേണ്ടി വരും. അപ്പം നമ്മൾ മാതാപിതാക്കൾ കണ്ടെത്തിയില്ലെങ്കിൽ പോലും അധ്യാപകരായ നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടെത്തുവാണെങ്കിൽ നമ്മളത് മാതാപിതാക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം. കൊച്ചിന് ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ ICH പോലുള്ള ആശുപത്രിയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഈ ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ഉണ്ട്. 17-18 ലെവലോളം അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുട്ടികളുണ്ടാകുന്ന വീഴ്ച എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെറുപ്രായത്തിൽ തന്നെ കൊടുക്കുവാനായിട്ട് ലഭ്യമാക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട് എങ്കിൽ അധ്യാപകരെ നമ്മളത് വേണ്ട പരിചരണം ആ കൊച്ചിന് കൊടുക്കണം. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു 100-ലൊരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങളുള്ളവരാണ്. അതിൽ ഭൂരിഭാഗം പേരും മാതാപിതാക്കൾ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് അല്ലെങ്കിൽ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആയിപ്പോകുന്നത്. നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പിള്ളേരെ എന്ത് ചെയ്യണം? ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണം. കാരണം വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ അതിനെപ്പറ്റി വളരെയേറെ ബുദ്ധിമുട്ടും കേട്ടോ. കൊച്ചുപ്രായത്തിൽ തന്നെ അത് മാറ്റാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ പിള്ളേരാണെങ്കിൽ പോലും നാണക്കേടൊന്നും മാറ്റി വിചാരിക്കരുത്. കാരണം കൊച്ചുപ്രായത്തിൽ അത് മാറാൻ പറ്റുമെങ്കിൽ അത് മാറും കേട്ടോ. കൊച്ചുപ്രായത്തിൽ അത് മാറ്റാൻ ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും അത് മാറുന്ന പ്രശ്നങ്ങളാണ്. അതിലൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ബോധ്യവാന്മാരായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വികാസ അല്ലെങ്കിൽ ചാലക വികാസ തത്വങ്ങളിൽ ഉള്ളത്. ക്ലിയർ ആയോ? ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മചലനങ്ങളിലേക്ക്, രണ്ടാമത്തേത് സ്ഥൂല പേശികളിൽ നിന്ന് സൂക്ഷ്മപേശികളിലേക്ക്, മൂന്നാമത്തേത് ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്ക്, നാലാമത്തേത് അതികോർജ വിനിമയത്തിൽ നിന്നും ലഘുപ്രയത്നത്തിലേക്ക്, അഞ്ചാമത്തേത് ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക്. ഈ 5 കാര്യങ്ങളാണ് ചാലക വികാസ തത്വങ്ങളിനകത്ത് ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കും. ഒരു വട്ടം ചോദ്യം ചെയ്തായിരുന്നു, നമ്മുടെ 2 കൈയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊച്ച് പ്രായമാകും തോറും ഒരു കൈയിലേക്ക് മാത്രം മാറുന്നു. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് അല്ലെങ്കിൽ ഏത് ചാലക വികാസ തത്വമാണ് ഇതിനോട് യോജിക്കുന്നത്? ഈ പറഞ്ഞ 4 ഓപ്ഷൻ തന്നു. സ്ഥൂലചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മചലനങ്ങളിലേക്ക്, സ്ഥൂലപേശികളിൽ നിന്ന് സൂക്ഷ്മപേശികളിലേക്ക്, ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക്, അതികോർജ വിനിമയത്തിൽ നിന്നും ലഘുപ്രയത്നത്തിലേക്ക്. ഏത് ഉത്തരം കറുപ്പിക്കണം? 2 കൈയിൽ നിന്ന് ഒരു കൈയിലേക്ക് വന്നാൽ ഏതാ ഉത്തരം കറുപ്പിക്കേണ്ടത്? നമ്മുടെ ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക് എന്ന് പറഞ്ഞ ഉത്തരം കേട്ടോ. സോ അങ്ങനെ എക്സാമ്പിൾ വൈസ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളത് ഓർത്തിരിക്കണം കേട്ടോ. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് വിളംബിത ചാലക വികാസം. ഇതുകൊണ്ട് നമ്മുടെ പി അഥവാ ഫിസിക്കൽ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ തീരുകയാണ്. എന്താണ് വിളംബിത ചാലക വികാസം? ഞാനിപ്പോൾ ഇതിൻ്റെ അവസാനം പറഞ്ഞു, നമ്മുടെ ഓരോ പ്രായത്തിലും കുട്ടികൾ നേടേണ്ട ചില ശേഷികളുണ്ട് അല്ലേ. ഇപ്പം 5 വയസ്സ് പ്രായമായ ഒരു കൊച്ച് കട്ടിലിൽ തന്നെ കിടക്കുവാണെങ്കിൽ സമൂഹം പറയത്തില്ലേ ആ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്? അല്ലെങ്കിൽ 3 വയസ്സായ ഒരു കൊച്ച് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ പറയത്തില്ലേ ആ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്? 4 വയസ്സായ ഒരു കൊച്ച് നല്ല രീതിക്ക് വർത്തമാനം പറയുന്നില്ലെങ്കിൽ അവിടെയും പറയത്തില്ലേ അവിടെ എന്തോ കൊച്ചിനൊരു കുഴപ്പമുണ്ട് അല്ലേ. അതായത് ഓരോ പ്രായത്തിലും നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു 6 മാസമായ കുഞ്ഞുങ്ങൾ കമന്ന് വീഴണം, ഒരു 8 മാസമാകുമ്പോൾ തല പൊക്കി നോക്കണം, പിന്നെ പതുക്കെ പിടിച്ചെണ്ണീക്കണം, പിന്നെ വേച്ച് നടക്കണം അല്ലേ, പിടിച്ച് നടക്കണം, ആൾ സഹായമില്ലാതെ നടക്കണം, പിന്നെ ഓടണം, പിന്നെ ചാടണം, പിന്നെ പടികൾ കയറണം. ഇങ്ങനെ കുട്ടികളെ പറ്റി നമ്മുടെ സമൂഹം ചില കാര്യങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്ന പ്രായത്തിൽ ഇന്നത് നടക്കണമെന്ന്. അത് നടക്കാതെ വന്നാൽ നമ്മൾ ആ പിള്ളേർക്ക് നമ്മൾ പറയുന്നതാണ് ആ കൊച്ചിന് എന്തോ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്തോ ഡിലേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
വിളംബിതമായിട്ടെന്തോ കൊച്ചിന് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഉണ്ടോ, ഓരോ പ്രായത്തിലും ചില കുട്ടികൾ ചില ശാരീരിക ചാലക പ്രവർത്തനങ്ങളിൽ, ഫിസിക്കൽ മോട്ടോർ ആക്ടിവിറ്റീസിൽ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആര്? സമൂഹം. കേട്ടോ, ഓരോ പ്രായത്തിലും എല്ലാ കുട്ടികളും ഒരേ നിലവാരത്തിലുള്ള ചാലക പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നില്ല. ചില കുട്ടികളിൽ അല്പം കാലവിളംബം ഉണ്ടായെന്ന് വരാം. ഇതിനെ വിളംബിത ചാലക വികാസം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചില കുട്ടികൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓടാനും നിൽക്കാനും ചാടാനും നടക്കാനും എഴുന്നേക്കാനും പറയാനും കിടക്കാനും അതുപോലെ തന്നെ പടികളൊക്കെ കയറാനും സൈക്കിൾ ചവിട്ടാനും ഒറ്റക്കാലിൽ നിൽക്കാനും രണ്ട് കാലിൽ നിൽക്കാതിരിക്കാനും ഒക്കെയുള്ള ചില ശേഷികളില്ലെന്ന് നമ്മൾ കണ്ടെന്ന് വരാം. അവിടെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. അതിനുള്ള കാരണങ്ങൾ നോക്കി. വിളംബിത ചാലക വികാസമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ കാരണങ്ങൾ പഠിക്കണം, കാരണം ഇതിന് ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്, വിളംബിത ചാലക വികാസത്തിൽ അല്ലെങ്കിൽ വിളംബിത ചാലക വികാസത്തിനുള്ള കാരണങ്ങളിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ വിളംബിത ചാലക വികാസത്തിൽ പെടാത്തത് ഏത്? ഓർത്തിരിക്കണം. 1, അനാരോഗ്യം അല്ലെങ്കിൽ ന്യൂട്രീഷൻസിൻ്റെ കുറവ് കൊണ്ട് വരാം. എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചിന് ആരോഗ്യമില്ലായ്മ, ശരിയായിട്ടുള്ള ഭക്ഷണം കിട്ടാത്തത് മൂലമുള്ള ആരോഗ്യമില്ലായ്മ മൂലം കൊച്ചിന് ഈ പറഞ്ഞ വികാസത്തിലേക്ക്, ഇന്ന പ്രായത്തിൽ എത്തേണ്ട വികാസ സവിശേഷതയിലേക്ക് കൊച്ചിന് എത്താൻ പറ്റിയില്ലെന്ന് വരാം. 2, തടിച്ച ശരീരം, ഒബിസിറ്റി എന്ന് പറയും. വണ്ണം കൂടിയവരാണെങ്കിൽ ഇത്ര നേരം ഓടാനും ഇത്ര നേരം നിൽക്കാനും ഇത്ര നേരം ചാടാനും പറഞ്ഞാൽ അവരെ കൊണ്ട് പാടാണ്. സോ തടിച്ച ശരീരവും വിളംബിത ചാലക വികാസത്തിന് ഒരു പ്രശ്നമാണ്. മിക്കപ്പോഴും തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളാണ് ഇതിന് കാരണമായിട്ട് മാറുന്നത്. 3ാമത്തേത് ഭയം, ഫിയർ. ഇറ്റ്സ് എ മെയിൻ ഫാക്ടർ ഓഫ് വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ നമ്മുടെ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പേടിപ്പിക്കുക. അങ്ങോട്ട് ഇറങ്ങല് ഇങ്ങോട്ട് ഇറങ്ങല്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇപ്പോൾ ധൈര്യമുണ്ട് രാത്രി പുറത്തോട്ട് ഒരു 10 മണി കഴിഞ്ഞ് പുറത്തോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് നടന്നിട്ട് വരാൻ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ട് അല്ലേ? ഇരുട്ടത്ത് നടക്കാൻ ഇപ്പോഴും പേടിയുള്ളവരുണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ ക്ലാസ്സിലൊന്ന് കറണ്ട് പോയ പിള്ളേരെല്ലാം കിടന്ന് കൂവുന്നുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ? ഇരുട്ടിനെ ഭയന്നിട്ടാ കേട്ടോ. അതിന് കാരണം എന്താണ്? വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാ. രാത്രി പുറത്തിറങ്ങില്ലേ. പണ്ട് നമ്മൾ കൊച്ചിലെ തൊട്ട് ഭക്ഷണം വാഴിക്കൊടുക്കുക നമ്മൾ പറയില്ലേ, കഴിച്ചില്ലെങ്കിൽ എടുത്ത് പുറത്തോട്ട് ഞാൻ എടുത്തിടിയും, അല്ലെങ്കിൽ ഇരുട്ടത്ത് തന്നെ ഒറ്റയ്ക്ക് വിടും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവിടെ വരും എന്താണ്? ഭയമുണ്ട്, ഇരുട്ടിൽ എന്തോ സംഭവം എന്നെ പിടിച്ചു തിന്നാനായിട്ട് ഇരിപ്പുണ്ടെന്നൊരു ചിന്താഗതി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ശരിയല്ലേ? അതിനെ ഭയം നമ്മൾ പിള്ളേരുടെ മനസ്സിൽ നിന്ന് മാറ്റണം. അടുത്താണ് ബുദ്ധിവികാസത്തിലുള്ള കുറവുകൾ, ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുറവുകൾ മൂലവും ഈ പറഞ്ഞ വിളംബിത ചാലക വികാസം സഹായിച്ചെന്ന് വരാം. പിന്നെ അഭ്യാസക്കുറവ്. എന്താ ഉദ്ദേശിക്കുന്നത്? വേണ്ടത്ര എക്സസൈസ് ഇല്ലായ്മ അല്ലെങ്കിൽ പ്രാക്ടീസ് ഇല്ലായ്മ. ഒരു കാര്യത്തിൽ നിൽക്കാനും നടക്കാനും ഓടാനും ഒക്കെ പ്രാക്ടീസ് ഇല്ലായ്മ ഒരു വിളംബിത ചാലക വികാസത്തിന് ഉദാഹരണമാണ്. അടുത്താണ് അഭിപ്രേരണരാഹിത്യം, ഒരു മെയിൻ കാര്യം. അതായത് മോട്ടിവേഷൻ ഫ്രം അതേഴ്സ് എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ എൻകറേജ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ചെയ്യാനായിട്ടൊരു തോന്നും അല്ലേ? അപ്പോൾ അഭിപ്രായരാഹിത്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്താൽ ആ പിള്ളേർ പട്ടയെന്ന് പറഞ്ഞ് വളർന്നു കയറും. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായരാഹിത്യം ഇവിടെ ഒരു ഫാക്റ്റാണ്. പിന്നെയുള്ള സ്ഥൂല ചലനങ്ങൾ കണ്ടോ, നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിനകത്തുള്ള മെയിൻ കാര്യം വരും കണ്ടോ. സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തിലുള്ള ചലനങ്ങൾ നമ്മൾ ആദ്യം കൊടുക്കണം, അതിനുശേഷം മാത്രമേ ചെറിയ പാർട്ടിലേക്ക് പോകാവുള്ളൂ. അപ്പം ഇവിടെ നേരെ തിരിച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ്? സ്ഥൂല ചലനങ്ങൾക്ക് മുമ്പ് സൂക്ഷ്മ ചലനങ്ങൾക്ക് നമ്മൾ 4ാം ക്ലാസ് എഴുത്തിരിക്കുന്ന കൊച്ചിനെ നമ്മൾ പിടിപ്പിക്കുന്ന പോലെ തന്നെ ജീവിതകാലം മൊത്തം അങ്ങനെ പിടിക്കണം, അങ്ങനെ പിടിച്ച് എഴുതരാ പറഞ്ഞാൽ കൊച്ചു തന്നെ ഒരു വിളംബിതം അല്ലെങ്കിൽ ഒരു വിമുഖത തോന്നി തുടങ്ങും. അപ്പോൾ ഓർത്തിരിക്കണം, എപ്പോഴും പിള്ളേരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ അവർ പോകട്ടെ എന്ന് നമ്മൾ വെക്കണം. അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ വേണം നമ്മളവരെ ശരിയാക്കി എടുക്കാൻ. അല്ലാതെ കൊച്ചു പ്രായത്തിൽ തന്നെ അവനെ നേരെയാക്കി അടിച്ച് വാർത്തെടുക്കാനായിട്ട് നടക്കുന്ന കാര്യമല്ല. ഓരോ പ്രായത്തിൽ അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തിനനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി അവരോട് പെരുമാറാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിളംബിത ചാലക വികാസത്തിലുള്ള കാര്യങ്ങൾ കേട്ടോ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചാലക വികാസത്തിനുള്ള സൗകര്യങ്ങൾ ഒഴിക്കുകയും വേണം. ശൈശവഘട്ടത്തിൽ കുടുംബത്തിനും ആദ്യ ബാലഘട്ടത്തിൽ പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് നിർണായകമായ റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ.
ഓരോ വികാസഘട്ടത്തിലും കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും അറിഞ്ഞിരിക്കണം. കുട്ടികൾ സന്തുലിതമായ പോഷകാഹാരം നൽകുന്നതിൽ വീടും വിദ്യാലയവും ബാധ്യപ്പെട്ടിരിക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി ഈ തലത്തിൽ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ്. ഇവിടെ നിന്നൊരു ചോദ്യം വന്നായിരുന്നു, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് പറയുന്ന പേരെന്നാ സ്കൂളിൽ നടത്തുന്നത്? അറിയാവോ? സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി സ്കൂളിൽ നടത്തുന്നതിന് പറയുന്ന പേരെന്നാണെന്നറിയാവോ? നൂൺ മീൽ സ്കീം കേട്ടോ, നൂൺ മീൽ സ്കീം. സ്കൂൾ പാഠ്യപദ്ധതി ചാലക വികാസത്തിൽ പ്രധാന പഠന പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ പ്രാധാന്യം നൽകുന്നുണ്ട്. കായിക വിദ്യാഭ്യാസം, ഉദ്യാന പരിപാലനം, കൈത്തൊഴിലുകൾ, പ്രവൃത്തി വിദ്യാഭ്യാസം എന്നിവയൊക്കെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം ഇനിയും നമ്മുടെ ഈ പറഞ്ഞ 2 മാസം കഴിഞ്ഞാൽ കലോത്സവങ്ങളും അതുപോലെ പ്രവൃത്തി പരിചയ മേളകളെല്ലാം വരാൻ പോകും അല്ലേ. എന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ടാകുന്ന ഇതുപോലുള്ള വികാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം എഴുതി വെച്ചിരുന്നത് എലിസബത്ത് ബി ഹർലോക്ക് കണ്ടെത്തി 3 വയസ്സുകാരൻ 4 വയസ്സുകാരൻ 5 വയസ്സുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി. അതിനുശേഷം എഴുതേണ്ടത് വികാസ അല്ലെങ്കിൽ നമ്മുടെ ചാലക വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞ് ഈ 5 കാര്യങ്ങൾ എഴുതണം. നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായത് മാത്രം കേട്ടോ. ഇത് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ അതിൻ്റെ താഴെ കോട്ട് ചെയ്യണം. ആ ഒരു പെയിൻ്റ് താഴെ സ്ഥൂല സൂക്ഷ്മ എന്താണ്, അതുപോലെ തന്നെ സ്ഥൂലപേശികളും സൂക്ഷ്മപേശികളും എന്ന് പറഞ്ഞാൽ എന്താണ്, ശിരോഭാഗത്തിൽ നിന്ന് പാദം എന്ന് പറഞ്ഞാൽ എന്താണ്, അതികോർജ വിനിമയത്തിൽ നിന്ന് ലഘുപ്രയത്നത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്വിപാർശ്വത്തിൽ നിന്ന് മേഘപാർശ്വത്തിലേക്ക് പറയാൻ എന്താണ്, അത് നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനുശേഷം താഴെ എഴുതണം വിളംബിത ചാലക വികാസം, അതായത് ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും എത്താതെ വന്നാൽ നമ്മൾ പറയും നമ്മുടെ കൊച്ചിന് വിളംബിതമായിട്ടുള്ള ചാലക വികാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ അനാരോഗ്യമാകാം, തടിച്ച ശരീരമാകാം, ഭയമാകാം, അഭിപ്രേരണരാഹിത്യമാകാം, ബുദ്ധിവികാസത്തിലുള്ള കുറവാകാം, സ്ഥൂല ചലനങ്ങൾക്ക് മുമ്പ് സൂക്ഷ്മ ചലനങ്ങളിലുള്ള പ്രാധാന്യമാകാം. അതത്ര നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ചോദ്യം ചോദിക്കുന്ന എല്ലാ മേഖലകളും നമ്മൾ കവറായി കേട്ടോ. എന്നിട്ട് ആ ഒരു നോട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, റെഡിയായോ? കിട്ടിയോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കിട്ടിയില്ലേ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ?